ഹായ്, ഞാൻ കവിരാജ് അമ്പലപ്പുഴ. വീണ്ടും കഴിഞ്ഞ എൻ്റെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് നമ്മൾ ഈ ലൂപ്പ് ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്യുന്ന രംഗത്തോടു കൂടിയായിരുന്നല്ലോ. ഇന്ന് രാവിലെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്നും ചെക്കൗട്ടായി. ലൂപ്പ് ഹോട്ടലിൽ നിന്നും ചെക്കൗട്ടായി ലിത്വാനിയയിലെ. ആദ്യം ഞങ്ങളുടെ പ്രോഗ്രാം ഇവിടെ ഒരു സിറ്റി ടൂറായിരുന്നു. സിറ്റി ടൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും എൻ്റെ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട്. സിറ്റി ടൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ഗൈഡ് കാണും, ആ ലോക്കൽ ഗൈഡ് കാണും. ഗൈഡുമായിട്ട് ബസ്സിൽ അങ്ങനെ വാഹനത്തിൽ തന്നെ സിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രാന്തപ്രദേശങ്ങളെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണുക. അതിനോടൊപ്പം തന്നെ ആ ഗൈഡ് ഈ രാജ്യത്തിൻ്റെ എല്ലാ ഹിസ്റ്ററിയും ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് തരും, അത് കേൾക്കുക. അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളായിട്ട് ഇത് ഇരിക്കും. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് സിറ്റിയിൽ തന്നെ പ്രധാനപ്പെട്ട ഏതെങ്കിലും മ്യൂസിയം, പാർക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിൽ പോവുകയോ ദർശിക്കുകയോ വേണം. ആ ഒരു പരിപാടി ഈ കൂട്ടത്തിൽ ഞങ്ങൾക്കില്ലായിരുന്നു. സിറ്റി ടൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾക്ക് അടുത്ത രാജ്യത്തിലേക്ക് ഡെൻമാർക്കിലേക്ക് പോവുകയും വേണമായിരുന്നു. ഡെൻമാർക്കിലേക്ക് പോകുമ്പോൾ തന്നെ ഏകദേശം 6 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ സിറ്റി ടൂർ ചെറിയൊരു രീതിയിൽ കറങ്ങി ഇന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല, ഈ രാജ്യങ്ങളെല്ലാം വളരെ ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. ലിത്വാനിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ രാജ്യമാണ്. അങ്ങനെ ആ സിറ്റി ടൂർ ഒരുവിധം ഞങ്ങൾ അടുപ്പിച്ച ശേഷം ഞങ്ങളുടെ ഉച്ച ഊണ്, ലഞ്ച് ഈ ഹോട്ടലിലായിരുന്നു. ഈ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചു നമ്മുടെ ഡെൻമാർക്കിലേക്ക്. നമുക്ക് ലിത്വാനിയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഞാൻ തരാം. അതായത്, ലിത്വാനിയ ഔദ്യോഗികമായ റിപ്പബ്ലിക് ഓഫ് ലിത്വാനിയ എന്നാണ് അറിയപ്പെടുന്നത്. യൂറോപ്പിലെ ബാൾട്ടിക് മേഖലയിലെ ഒരു രാജ്യമാണ് ഇത്. 3 ബാൾട്ടിക് രാജ്യങ്ങളിൽ ഒന്നായ ഇത് ബാൾട്ടിക് കടലിൻ്റെ കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് ലാത്വിയ, അതായത് നമ്മൾ ഇന്നലെ കറങ്ങിയ രാജ്യം. കിഴക്ക് തെക്കും ബെലാറസ്, അവിടെ നമ്മൾ പോയിട്ടില്ല. തെക്ക് പോളണ്ട്, അവിടെ നമ്മൾ സന്ദർശിച്ചിട്ടില്ല. പടിഞ്ഞാറ് വശം, തെക്ക് പടിഞ്ഞാറ് വശമായിട്ട് റഷ്യ എന്നിവയാണ് ലിത്വാനിയയുടെ കരയുടെ അതിർത്തികൾ. വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ട് വളരെ പ്രശസ്തമാണ് ഈ ലിത്വാനിയ. കൂടാതെ മനോഹരമായ കടൽ തീരവും സഞ്ചാരികളെ വളരെയേറെ ഈ രാജ്യത്തേക്ക് ആകർഷിക്കുന്നുണ്ട്. ലിത്വക്കാർക്ക് അവരുടെ പ്രാദേശിക ഭാഷ കഴിഞ്ഞാൽ കൂടുതലായിട്ട് സംസാരിക്കുന്ന ഏറ്റവും ജനപ്രിയമായ വിദേശ ഭാഷയാണ് ഇംഗ്ലീഷ്. ഇത് ലിത്വാനിയ നമ്മൾ ഇന്നലെ സന്ദർശിച്ച ലാത്വിയെ പോലെ തന്നെ ഇവിടുത്തെ മൊത്തം ജനങ്ങളിൽ 30% പേർക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. മാത്രമല്ല, 80% യുവാക്കളും ഈ ഭാഷ ഈസിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ലിത്വാനിയ സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്നതും സുരക്ഷിതവുമായ രാജ്യമാണ്. മാത്രമല്ല, സന്തോഷകരമായ ജോലിക്കാരുടെയും തൊഴിൽ ജീവിത സന്തുലാവസ്ഥയുടെയും കാര്യത്തിൽ ഇത് വളരെ ഉയർന്ന റാങ്കാണുള്ളത്. വിദേശത്തേക്ക് മാറാനും ജോലി ചെയ്യാനും താല്പര്യമുള്ള പ്രവാസികൾക്കും വിദേശികൾക്കും ഇത് വളരെ ആകർഷകമാണ്. സംസാരിച്ച് നേരം പോയതറിഞ്ഞില്ല. നമ്മൾ ഇവിടെ സീ പോർട്ടിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നും സീയിലാണ്, നമ്മുടെ ഷിപ്പിലാണ് ഡെൻമാർക്കിലേക്ക് പോകുന്നത്. ഇന്ന് വൈകുന്നേരം, അതായത് ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു. ഇവിടുന്ന് ഈ ഷിപ്പിൽ ഞങ്ങൾ ഇന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ നാളെ രാവിലെ 10 മണിയോട് കൂടിയാണ് ഡെൻമാർക്കിലെത്തുന്നത്. ഈ ഷിപ്പിനകത്ത് യാത്രക്കാർ മാത്രമല്ല, കാർഗോ വളരെയധികം ഉണ്ട്. അതായത് വാഹനങ്ങൾ നിറച്ച കാറുകളും ഒക്കെ ഇതിനകത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊതുവെ ഇവിടെ ഷിപ്പുകളെല്ലാം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. യാത്രക്കാരെയും അതിനോടൊപ്പം തന്നെ വാഹനങ്ങൾ, കാർഗോകൾ നിറച്ച വാഹനങ്ങൾ ഇതിന് കൊണ്ടുപോകുന്നതാണ് ഈ ഷിപ്പ്. ഞങ്ങളെ കയറ്റിയ വാൻ ഷിപ്പിനകത്തേക്കാണ് കയറുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഷിപ്പിനകത്തായി കയറി കഴിഞ്ഞു. വാൻ, ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വാനാണ് ഇത്. അകത്ത് കയറി ഇവിടെ പാർക്കിംഗ് ഏരിയയിലാണ് അത് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ യാത്രക്കാരെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന വിശാലമായ സ്ഥലത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് യാത്രക്കാരെല്ലാം കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട ആ വാഹനങ്ങളെല്ലാം ഇതിനകത്ത് കയറ്റും. ഡെൻമാർക്കിലേക്ക് പോകുന്ന വഴിയാണ് അത്. ഷിപ്പ് മാർക്കാണ് പോകുന്നത് ഡെൻമാർക്കിലേക്ക്. അതിൽ ആ ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ വിഷം കാണുന്നതും ഏറ്റവും ടോപ്പിൽ നിന്നുള്ളതാണ്. ഡെൻമാർക്ക് ഞങ്ങളുടെ അവസാനത്തെ 7ാമത്തെ രാജ്യമാണ്. ഇപ്പോൾ 6ാമത്തെ രാജ്യത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അവിടെ നിന്നാണ് ഇപ്പം ഈ ഷിപ്പ് വന്നത്. 8 മണിക്ക് വേണ്ടി പുറപ്പെടും. ഇപ്പോൾ ഏതാണ്ട് 7:45 പെരിന്തൽമണ്ണയുള്ള 2 യുവാക്കളുമായിട്ട് ഞാൻ ഈ യാത്രയെക്കുറിച്ച് ഒരു ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ഏകദേശം രൂപങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കുന്ന അവരുടെ സംഭാഷണത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ കൂടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന, ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന സലീമും, അതായത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന സലീമും, മറ്റേത് കുഞ്ഞു മുഹമ്മദ്. ഇത് രണ്ടിനും പെരിന്തൽമണ്ണയിൽ നിന്നുള്ളതാണ്. ഇത് ഷിപ്പിൽ കയറിയല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറിയപ്പം മുതൽ, അതായത് തുടക്കം മുതൽ തന്നെ ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. ഇവർ നല്ല രീതിയിലുള്ള സഹകരിക്കുന്ന ആൾക്കാരുമാണ്. ഇവർ വളരെ നല്ല രീതിയിൽ തന്നെ.
അപ്പോൾ ഇവിടെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. കാരണം ഈ ട്രിപ്പിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്, അറിയാനുണ്ട്. ആദ്യം ഞാൻ ചോദിക്കാൻ പോകുന്നത് സലീമിനോടാണ്. സലീം ഒരു വ്യവസായിയാണ്. സലീം മാത്രമല്ല, കുഞ്ഞുമുഹമ്മദ് ഒരു വ്യവസായി തന്നെയാണ്. പെരിന്തൽമണ്ണയിലെ പേരുകളൊക്കെ വിശദമായിട്ട് സൂക്ഷിക്കുന്ന ചില 2 വ്യക്തികളാണ് ഇവർ. സലീമിന് ഈ യാത്രയെക്കുറിച്ച്, അതായത് ഇന്നിപ്പോൾ നമുക്ക് യാത്ര അവസാനിക്കാൻ വേണ്ടി വീണ്ടും 2 ദിവസം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഷിപ്പിൽ എത്തിയിരിക്കുകയാണ്. ലിത്വാനിയയിൽ നിന്നും നമ്മൾ ഡെൻമാർക്കിലേക്കുള്ള യാത്ര, അതായത് വൈകുന്നേരം 8 മണിക്ക്, ഇപ്പോൾ ഏകദേശം 8 മണി ആയിക്കൊണ്ടിരിക്കുന്നു. 8 മണിക്ക് നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യും. പിന്നീട് നാളെ രാവിലെ 10 മണിയോടുകൂടി ഡെൻമാർക്കിൽ നമ്മൾ എത്തിച്ചേരും. നോർവേ നമ്മൾ ആദ്യം ഇറങ്ങി. അതിനുശേഷം സ്വീഡനിൽ പോയി. അതിനുശേഷമാണ് കറക്റ്റ്. അതിരിക്കട്ടെ, ഈ സലീം ഇതിനു മുമ്പ് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ടോ? മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട്. UK, അങ്ങനെ സിംഗപ്പൂർ, ഏഷ്യൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ്. കുഞ്ഞുമുഹമ്മദ് എങ്ങനെയുണ്ട്? മുൻപ് യാത്രയൊക്കെ ചെയ്ത് കൂടുതലാണോ? ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. USA, UK, യൂറോപ്പ്. ഈ യാത്രയെ ഫുൾ സംതൃപ്തി തരുന്നുണ്ടോ? ഞാൻ മറ്റൊരു അല്പം കടുപ്പമുള്ളൊരു ചോദ്യം ചോദിക്കാൻ പോവാം. അതായത് ഞാൻ ഈ പിക്ചർ പിടിക്കുന്ന ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ഞാൻ ഈ യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു. നോർവേ, സ്വീഡൻ, അതിനോടനുബന്ധിച്ചുള്ള ചില രാജ്യങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടി ആൾക്കാർ ജീവിക്കുന്ന ഒരു രാജ്യമായിരുന്നു എന്നെനിക്ക് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു. പലരുമായിട്ട് ഞാൻ അതേപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ രാജ്യങ്ങളിൽ കൂടി കടന്നു വന്നപ്പോഴത്തേക്ക് എന്താണ് തോന്നിയത്? നല്ലൊരു സൈലന്റ് അറ്റ്മോസ്ഫിയർ. അല്ല, ആൾക്കാര് നമ്മൾ ശരി തന്നെയാണ്, സന്തോഷത്തോടെ കഴിയുന്നത്. പ്രത്യേകിച്ച് ഫിൻലാൻഡ് അത് നമുക്ക് ശരിക്കും പ്രകടമാകും. നമ്മളവിടുത്തെ ആ വലിയ ലൈബ്രറി, അത്രയും സ്ക്വയർ ഫീറ്റ്, ഒരു 2 ലക്ഷത്തിന്റെ അടുത്ത് സ്ക്വയർ ഫീറ്റിലെ ലൈബ്രറി, അതിലൊക്കെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും സൗജന്യം. അതൊരു വലിയ പൂർണ്ണമായിട്ട് സൗജന്യം പറഞ്ഞ് വളരെ ഒരു പോയിന്റ് തന്നെയാണ് അത്. ആ ലൈബ്രറി മാത്രമല്ല, അവിടുത്തെ ആരോഗ്യസ്ഥിതിയുണ്ട്, അവിടുത്തെ സാമൂഹ്യ സ്ഥിതിയുണ്ട്, കാർഷിക സ്ഥിതിയുണ്ട്, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയുണ്ട്, ഗവൺമെന്റ് കൊടുക്കുന്ന സപ്പോർട്ടുണ്ട്. ഇതേക്കുറിച്ചൊക്കെ താങ്കൾക്ക് എന്തെങ്കിലും അറിവ് ലഭിച്ചിട്ടോ എന്തെങ്കിലും ഏതുണ്ടോ താങ്കളുടെ അഭിപ്രായം? അതേ, നല്ല അഭിപ്രായമാണ്. കാണാനുണ്ട്. നമ്മളിവിടെ എവിടെയെങ്കിലും വേറെ ഒരു പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ പോലത്തെ വേറെ എന്തെങ്കിലും ഇൻസിഡന്റ് ഒന്നും നമ്മൾ കാണാൻ പറ്റില്ല. ഇവിടെ കിലോമീറ്ററുകളോളം ബസ്സിൽ നമ്മൾ സഞ്ചരിച്ചു. നമ്മൾ ഇതിൽ ഇടയ്ക്കൊരു ആക്സിഡന്റ് എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഒരു ആക്സിഡന്റ് കണ്ടില്ല. നമ്മളോട് 10 കിലോമീറ്റർ ചിലപ്പോൾ നമ്മൾ സഞ്ചരിച്ചാൽ ഒന്നും വേണ്ട, നമ്മളോടത്തെ NH ഹൈവേ തൃശ്ശൂർ ടു എറണാകുളം സഞ്ചരിച്ചാൽ തന്നെ 2 ആക്സിഡന്റെങ്കിലും നമ്മൾ കാണും. അതായത് ഒരു ആക്സിഡന്റ് നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓരോ 100 കിലോമീറ്ററിനുള്ളിൽ ഏതെങ്കിലും 2 2 വീലർ ഒരു ആക്സിഡന്റ് നടക്കും. പക്ഷേ ഈ രാജ്യത്ത് അത് നടക്കുന്നില്ല. അതൊക്കെ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ സമാധാനമായിട്ട് നമുക്ക് കണക്കൂട്ടേണ്ടത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമാധാനമായിട്ട് രാജ്യം എന്ന് ഈ രാജ്യം കീഴടക്കി വെച്ചിരിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. പിന്നെ നമ്മൾ കണ്ടത് ഇവിടെ അങ്ങനെ അത്രത്തോളം ഒരു ഹോസ്പിറ്റലിന്റെ ബോർഡുകളോ അല്ലെങ്കിൽ ഒരു വേറൊന്നും നമുക്ക് കാണാൻ, 3 കിലോമീറ്റർ സഞ്ചരിച്ച് കാണാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല. മറ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വലിയ വലിയ ഹോസ്പിറ്റലിന്റെ ബോർഡുകളും പരസ്യങ്ങളൊക്കെ കാണാം. ഇത് അങ്ങനെ കാണുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. അത്രത്തോളം ബോർഡുകളും കാര്യങ്ങളൊന്നും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു ഹോസ്പിറ്റലിന് ആവശ്യമുണ്ടെങ്കിലല്ലേ ഹോസ്പിറ്റൽ കൂടുതലായിട്ട് കാണത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ 10 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞ ഒരു 5 ഹോസ്പിറ്റലിലെങ്കിലും നമുക്ക് ബോർഡുകൾ കാണാൻ പറ്റും. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അവിടെ ബോർഡ് കാണാത്തത്. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് ഈ രാജ്യങ്ങളിലെല്ലാം 10-15 വർഷമായിട്ട് ലോകത്തിലെ ഏറ്റവും സമാധാനപ്പെട്ട രാജ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ജാതി മത സർവീസ് സംഘടനകളുടെ കൊടിയോ തോരണങ്ങളോ ബാനറുകളോ ഒരൊറ്റൊന്ന് പോലും ഇത്ര കിലോമീറ്ററുകൾ സഞ്ചരിച്ചും 7 രാജ്യങ്ങളിലും ഒന്നുപോലും കാണാൻ സാധിച്ചിട്ടില്ല. അതായത് രാജ്യങ്ങളുടെ ദേശീയ പതാക കണ്ടിട്ടുണ്ട്, പക്ഷേ മറ്റ് സംഘടനകളുടെ വ്യക്തികളുടെയോ. എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാചകമാണ്. നമ്മൾ കണ്ടിട്ടില്ല. അവരെന്തൊക്കെ ഓഫർ ചെയ്താലും ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനമുള്ള രാജ്യം ഓഫർ ചെയ്തിട്ട് പോലും അവർ സ്വീകരിക്കാതെ എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ നാട് മതി, എനിക്ക് കേരളം മതി എന്ന് പറയുന്നവർ. പക്ഷേ അതിനോടൊപ്പം തന്നെ അതിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്നവർ. ഇത്രയും സന്ദർഭമായിട്ട് ഇത്രയും സുന്ദരമായിട്ടുള്ള അഭിമുഖം എനിക്ക് തന്നതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ നന്ദി ഞാൻ ആദ്യം അർപ്പിക്കുന്നു. ഓക്കെ. കപ്പലിൽ ഞങ്ങളുടെ ഡിന്നർ. ഞാനെപ്പോഴും എല്ലാ എപ്പിസോഡിലും ആവശ്യപ്പെടുന്ന പോലെ
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയും അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ ബൈ. എല്ലാവർക്കും നന്മ വരട്ടെ.